ദൈവത്തിന് ഓക്കെ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം വരെയും ഹഗായിയുടെ പാട്ടും ഹഗയെ കുറിച്ചുള്ള നല്ല വാക്കുകളും ഞാനും ഹഗയെ കണ്ടിട്ടുണ്ട്. ഹഗയുടെ വീട്ടിൽ പോയി 50 മണിക്കൂർ പ്രയർ ഞങ്ങൾ പോയപ്പോൾ ആ മോന്റെ ആ ചെറിയ കുഞ്ഞിൽ കണ്ട ദൈവസാന്നിധ്യവും ദൈവസ്നേഹവും TG സിസ്റ്റർ അവരെ വളർത്തുന്നതും ആ ഭവനം ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ തന്നെയാണ് എല്ലാ സമയവും. അത് അനുഭവിപ്പാൻ എനിക്കും അവസരങ്ങൾ. എനിക്കൊരു എന്റെ മോൻ 14ാമത്തെ വയസ്സിൽ ഇങ്ങനെ ശുശ്രൂഷയിൽ ഇറങ്ങി ഇങ്ങനെ ഒരു മോനുണ്ട്. അതെല്ലാം ഞാൻ ഓർത്തുപോയി. ഇപ്പൊ അവൻ ഗൾഫിലാണെങ്കിലും കൂടുതൽ ശുശ്രൂഷയാണ്. ജോലി ഉണ്ടെങ്കിലും അവൻ ശുശ്രൂഷയിൽ ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ 14ാം വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതാ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഓർത്ത് എന്റെ കണ്ണിൽ ശരിക്കും കണ്ണുനീര് വന്നു. അമ്മമാരുടെ ആ സന്തോഷം, എല്ലാവരുടെ വാക്കുകളും എല്ലാവരും പറഞ്ഞു. ഒക്കെ ഞാൻ വളരെ ഹഗായി മോനെ ഞാനും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാണ്. സത്യം പറഞ്ഞ സമയം മുന്നോട്ട് പോയതുകൊണ്ട് എനിക്ക് വചന ശുശ്രൂഷയല്ല, ഞാൻ എന്റെ സാക്ഷ്യം കുറച്ച് അനുഭവങ്ങളാണ് കൂടുതൽ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ടൈമില് ഞാൻ ഒതുങ്ങി നിർത്തിക്കോ. എത്ര മണിക്കാ സിസ്റ്റർ നിർത്തണ്ടേ? ഒരു 7:10 ആകുമ്പോ. ഓക്കെ, അങ്ങനെ. അപ്പൊ ഞാൻ എല്ലാം ചുരുക്കി തീർച്ചയായിട്ടും ആ സമയത്തിനുള്ളിൽ നിർത്താം. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിസ്റ്റർ സൂസനെ ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങൾ 50 മണിക്കൂറിലെ ഒരു വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്നതായി ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീടുകളൊക്കെ ഇരുന്ന് അത് കേൾക്കുവാൻ അനുഭവിക്കാൻ കൃപ നൽകി. ഈ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് ഇത് ആക്ച്വലി കണ്ണൂരില് SRPs ഓഫ് ഗോഡിലെ പാസ്റ്റർ ഏലിയാസ് നമ്മുടെ കൂടെ ഉണ്ട്. എന്റെ പരിചയത്തിൽ വന്നതാണ്. പിന്നെ അതുപോലെ എന്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഇക്കൂട്ടത്തില്. അവരെല്ലാം ശ്രദ്ധിച്ചോണ്ടിരിക്കുക. പക്ഷെ എനിക്ക് എല്ലാവരുടെ പേര് പറയാൻ പറ്റത്തില്ല. ദൈവദാസനായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്ത് കർത്താവേ, ഈ ഓൺലൈനിൽ നിന്നുകൊണ്ട് ദൈവമേ, പ്രിയപ്പെട്ട ഈ ഹല്ലേലൂയ ഈ കൂട്ടം സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള കർത്താവേ, ഹല്ലേലൂയ ആത്മ നിറവുള്ള ദൈവസ്നേഹമുള്ള ഈ കൂട്ടത്തിൽ അടിയനും കർത്താവേ സാക്ഷ്യം പറയുവാൻ എനിക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ എന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അടിയന്റെ നാവോട് കൂടെ ഇരിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലും വിധത്തിലും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. ഞാൻ എന്റെ സാക്ഷി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ 2 വരി പാട്ടൊന്ന് പാടിക്കോട്ടെ. ഞാൻ ടൈമിൽ തന്നെ നിർത്താം. എവിടെയെങ്കിലൊക്കെ ഞാനങ്ങ് ടൈമിൽ നിർത്താം. ഓക്കെ. ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും പറഞ്ഞോ? ഓക്കെ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓ ദൈവമേ, രാജാധി രാജദേവാ, ആദി അന്ത്യം ഇല്ലാ മഹേശ്വരേ, സർവലോകം അങ്ങയെ വർണ്ണിക്കുന്നേ, സാധു ഞാനും വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. O Lord my God, when I awesome wonder consider all the works thy hand hath made. I see the stars, I hear the mighty thunder, thy path throughout the universe displayed. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great
Thou art, how great thou art. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രകാരം എനിക്ക് കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായ സ്തോത്രം. ഒരു വചനം വായിച്ചിട്ട് എന്റെ സാക്ഷിയിലേക്ക് കടക്കാം, പിന്നെ ബാക്കി കാര്യം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ ലൂക്കോസ് സുവിശേഷം 1:49. ആന്റി വായിക്കാൻ വേണ്ടിട്ടാണോ? വായിക്കാമോ? എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ ആണ്. മലയാളത്തിൽ 1:59. ലൂക്കോസ് സുവിശേഷം 1:59. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 1:59 പറഞ്ഞേ. 49. 1:49. ഓക്കെ സോറി. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഇതാണ് എന്റെയും സാക്ഷ്യം. ശക്തനായവൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ചില അത്ഭുത കാര്യങ്ങൾ വചനത്തോട് ചേർന്നും കൂടെ ഞാൻ പറയാം. എൻ്റെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പ്, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ദൈവം എന്നെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യയിലായിരിക്കുന്നത്. എന്റെ പിൻപിൽ എനിക്ക് വേണ്ടി കരയാനോ പ്രാർത്ഥിക്കാനോ സാക്ഷ്യം കാണിച്ചതൊന്നും ആരുമില്ല. എന്റെ സമുദായത്തിലും എന്റെ ഭവനത്തിലും എന്റെ ദേശത്തിലും ഞാൻ ആദ്യ ഫലമാണ്. ദൈവമക്കളെ, എനിക്ക് സത്യമായിട്ട് എത്ര നന്ദി പറഞ്ഞാൽ പറ്റും. എങ്ങനെയാണ് എന്റെ കർത്താവ് ഹൃദയം. ഞങ്ങൾ കത്തോലിക്ക മാത്രമല്ല, ഞങ്ങൾ കത്തോലിക്ക കുടുംബമാണ്, ആംഗ്ലോ-ഇന്ത്യൻസ് ആണ്, ആഡംബരമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം. എല്ലാവർക്കും അറിയാമല്ലേ? അങ്ങനെ ഒരു കൂട്ടത്തിൽ നിന്ന് ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ച ആ കാര്യങ്ങൾ ഓർത്താൽ ഭയങ്കരമാണ്. എന്റെ ടെസ്റ്റിമണി യൂട്യൂബിലുണ്ട്, 4 സ്ഥലത്തുണ്ട്. ട്രീസ മോസസ് അടിച്ചാൽ മതി. എല്ലാ അസാദീവിലുണ്ട്, ആറോമയിലുണ്ട്, 4 സ്ഥലത്തുണ്ട്. അത് നീണ്ടൊരു സാക്ഷ്യമാണ്. എല്ലാവർക്കും മുഴുവൻ സമയം കേട്ട് കാണത്തില്ല. അതുകൊണ്ട് അല്പമായിട്ട് എന്റെ സാക്ഷ്യം കൊണ്ട് ചേർത്ത് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങളെ പറയുള്ളൂ. കാരണം ബാക്കിയെല്ലാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ യൂട്യൂബിലിട്ട് കാണാം. ഓക്കെ. അപ്പൊ ഞാന് കത്തോലിക്ക കുടുംബം ജനിച്ച കന്യാസ്ത്രീ ആകാൻ ഒരുങ്ങൊരാണ്. അമ്മയ്ക്ക് 4 പെൺപിള്ളേരിൽ ഒരാളെ ദൈവത്തിന് കൊടുത്ത എന്നെയായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് എന്നെ ഒരു കന്യാസ്ത്രീയാകാൻ ചെറുതലേ തൊട്ട് ഞാൻ കേൾക്കുന്നതാണ്, നീ ഒരു കന്യാസ്ത്രീയാകാനുള്ളതാണ്, നീ ഒരു കന്യാസ്ത്രീയാകാനുള്ള. അതുകൊണ്ട് എന്താ, ഞാൻ വളരെ ഭയഭക്തിയോടും പള്ളിപ്പോക്കും നൊവീന ചൊല്ല് എല്ലാം ഇങ്ങനെ ഒത്തിരി ഭക്തിയോട് വലിയതാണ്. എന്റെ അപ്പനും അമ്മയും എല്ലാം ഭക്തരാ. വീട്ടിലെല്ലാവരും ഭയങ്കര കത്തോലിക്ക ഭക്തരാണ്. അറിയാമല്ലോ, നല്ല ഭക്തരായിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് എന്റെ കുടുംബത്തിലെ ഒരു ഇതാണ്. സോ അങ്ങനെ വളർന്നു വരുമ്പോൾ എല്ലാവരെക്കാളും ഏറ്റവും വലിയ സഭയാണ് കത്തോലിക്ക സഭ. അതിനപ്പുറം സഭ ഇല്ലാന്നാണ് എനിക്ക് തോന്നി. ബാക്കി എല്ലാം വഴി തെറ്റി പോയ ആൾക്കാരാണ് സത്യസഭയിൽ നിന്നൊക്കെ അങ്ങനെയാണ് വളർന്നത്. പക്ഷെ എന്റെ 22 വയസ്സ് വരെയും ദൈവം എന്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി, വിദ്യാഭ്യാസം നൽകി, എല്ലാ നന്മകളും അനുഗ്രഹങ്ങളായിരുന്നു എന്റെ ജീവിതം. എന്റെ ബാല്യം വളരെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്കൊന്നിനും ഒരു പ്രയാസം തോന്നാത്തൊരു ജീവിതത്തിൽ ഞാൻ വളരുക. അങ്ങനെ ഇരിക്കുമ്പോ നഴ്സിംഗിന് വരുന്നു. ഇവിടെ ഗവൺമെന്റ് ഒരു സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്, കൊല്ലത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. നഴ്സിംഗിന് വരുമ്പോഴോ 4 വർഷവും 4 പെൺപിള്ളേർ, പെന്തിക്കോസ് പിള്ളേർ എന്റെ പുറയിൽ വചനം കൊണ്ടുവന്നു. ഇതാണ് ശരി, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇങ്ങനെ വചനം പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, എല്ലാം എന്നോട് വന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ എല്ലാവർക്കും ഭക്തി എനിക്കാ ഉള്ളത്, ഞാൻ എന്താ സ്വയം പുകഴ്ചലൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ തട്ടിക്കളയുമായിരുന്നു. അവർ പറയുന്ന വചനങ്ങളെല്ലാം കാലം കൊണ്ട് തട്ടിക്കളയാം. പക്ഷെ ദൈവമക്കളെ, ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല എന്നുള്ള ഒരു സത്യമുണ്ട്. ഞാൻ എന്റെ 22 വയസ്സ് എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ കോളേജ് ജോലിക്കായി കടന്നു വരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഞാൻ യഥാർത്ഥമായി യേശു ആരാണെന്നും സത്യം എന്താണെന്നും ആത്മാവ് എന്താണോ ഒക്കെ ഞാൻ അവിടെ വെച്ച് അറിയുന്നത്.
ജസ്റ്റ് ഒരു ചെറുതായിട്ട് ഞാനത് പറയാം. ഞാൻ ഒരു ഭാഷയ്ക്ക് എനിക്ക് മലയാള ഭാഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത്. അപ്പൊ എനിക്കൊന്നും മനസ്സിലാകത്തില്ല, ഡോക്ടേഴ്സ് നഴ്സസ് പറയുന്നത് മനസ്സിലാകത്തില്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമായിരുന്നു. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ആരോടും മിണ്ടാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു സാഹചര്യം. അപ്പൊ ഞാൻ നിരാശയിൽ പോയി മുറിയിലിരുന്ന് വളരെ നിരാശയോടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പാട്ടിന്റെ ശബ്ദം കേട്ടാണ് മനസ്സാന്തപ്പെടുന്നത്. ഇങ്ങനെ ഒരു പാട്ട് ഞാൻ കേൾക്കുക, ദൈവത്തിന്റെ വഴി ശരിയായിട്ടുള്ള വഴി, നിന്റെ നന്മ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെയിം ദം വൺ ബൈ വൺ, ഗോഡ്സ് വേ ഇസ് ദ ബെസ്റ്റ് വേ, ഗോഡ്സ് വേ ഇസ് ദ റൈറ്റ് വേ. ഇങ്ങനെ കുറെ വാക്കുകൾ ഈ പാട്ടിൽ കൂടെ എന്നെ ആകർഷിക്കാനിടയായി. ആ ഒരു ആകർഷണ നിമിത്തം ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്ന് കണ്ട ആ പാട്ട് കേൾക്കാൻ എല്ലാ ദിവസവും ആ കൊച്ചു കുളിക്കാനാണ് ഞങ്ങൾ ഫ്ലോറിൽ വരുമ്പോൾ പാട്ട് പാടിക്കൊണ്ടാ വരുന്നത്. ആ ദൈവ സാന്നിധ്യം ആ പാട്ടിൽ കൂടെ, ദൈവശബ്ദം ആ പാട്ടിൽ കൂടെ. ദൈവമക്കളെ, നമ്മൾ ഒരു പാട്ടിൽ കൂടെ തന്നെ നമുക്ക് അനേക ദൈവസന്നിധിയിൽ നമുക്ക് ആകർഷിക്കാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അങ്ങനെ ആശ്വാസം കണ്ടെത്താൻ തുടങ്ങി. അവിടെ വെച്ച് കൊന്ത, നൊവീന, ചൊല്ല്, പ്രാർത്ഥനകൾ എല്ലാം ചെയ്യുന്നെങ്കിലും ഇതിനൊന്നും എനിക്ക് സമാധാനം തരുന്നില്ല. പക്ഷെ ഈ കൊച്ചു പാട്ട് പാടിക്കാൻ വരുമ്പോൾ അത് ഭയങ്കര സമാധാനം എനിക്ക് തരാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ അവളെ ക്ഷണിച്ചു എന്നെ മുറിയിലേക്ക്. അപ്പോഴെന്താണ്, നല്ലോണം ഇംഗ്ലീഷ് അറിയാവുന്ന കൊച്ചാണ്, ഒറ്റപ്പെട്ട യാക്കോബക്കാരി, അപ്പനും അമ്മയോ മാത്രമേ ഉള്ളൂ. വിശ്വാസത്തിൽ വന്ന് വളരെ പ്രയാസങ്ങൾ സഹിച്ചിട്ട് അവളുടെ ആ എന്താ പറയാ, ദൈവ സ്നേഹം നിറഞ്ഞൊരു ദൈവ പൈതലാണ്. ദൈവമക്കളെ, നമ്മൾ വാക്കുകളോ നമ്മളെ സുവിശേഷം പറിച്ചലോ ഇതിനൊക്കെയൊക്കെയും വിലപ്പെട്ടതാണ് നമ്മളിലുള്ള ദൈവ സ്നേഹം, നമ്മളുള്ള വെളിച്ചം. നമ്മൾ ആ ഉപ്പായി തീരുക, വെളിച്ചമായി തീരുക, അല്ലെങ്കിൽ കർത്താവിന്റെ നമ്മളിലുള്ള ദൈവ സാന്നിധ്യം കൊണ്ട് നമുക്ക് അനേകം നേടിയെടുക്കാൻ പറ്റുമെന്ന് ആ കൊച്ച് യവനക്കാരിയാ, അവൾ ബിഫാം പഠിച്ചോണ്ടിരിക്കുക. അങ്ങനെ ആ കൊച്ചിൽ കൂടെ എന്റെ മുറി വരുമ്പോൾ അവൾ ആദ്യം ഒന്നും സുവിശേഷം പറഞ്ഞില്ല കേട്ടോ, സ്നേഹം പകർന്നു, സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞു തന്നു. ഒരിക്കലും എന്നോട് സുവിശേഷം അവൾ പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ കൊച്ച് ആദ്യമായിട്ട് എന്നോട് ഒരു സുവിശേഷം പറഞ്ഞതാ. എന്താണെന്നറിയാമോ? നീ ഭക്തിയോട് ജീവിക്കുന്നു, നീ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നിന്റെ ജീവിതം വളരെ വളരെ അനുഗ്രഹമാണ്. പക്ഷേ ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ പോകുന്നു നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എത്ര വലിയ ഞാൻ കന്യാസ്ത്രീയാണ്, ഞാൻ സ്വർഗത്തിലായാലും ഞാൻ എവിടെ പോകും? അപ്പൊ അവള് വചനത്തിൽ കൂടി ഇടപെടാൻ തുടങ്ങി. ഒരുവൻ വീണ്ടും ജനിച്ചില്ലായെങ്കിൽ, യോഹന്നാൻ സുവിശേഷം 3:3, ഒരുവൻ വീണ്ടും ജനിച്ചില്ലായെങ്കിൽ അവൻ സ്വർഗരാജ്യം കാണുകയില്ല. പിന്നെ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരാം. അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ദൈവമക്കളാവുവാൻ അവൻ അധികാരം നൽകി. ആ കൈക്കൊള്ളുന്നത് യേശുവിനെ നിന്റെ ഹൃദയത്തിൽ കൈക്കൊണ്ടാലേ യേശു വേണം നിന്നെ സ്വർഗത്തിൽ കൊണ്ട് എത്തിക്കാൻ. ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ, ബൈബിൾ സത്യങ്ങൾ പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞ് എനിക്ക് അതൊന്നും കേൾക്കാൻ തന്നെ മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ, നമ്മുടെ കൂട്ട് നല്ല കൂട്ടാ, പക്ഷെ ഈ കൂട്ട് നീ നശിപ്പിക്കല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ മേലില് ഈ കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടരാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം, ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാം. പക്ഷെ ആ കൊച്ചു എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഇനി ഞാൻ എന്നോട് വചനം പറയില്ല, പക്ഷെ പറയേണ്ടവനോട് ഞാൻ പറയും. നിന്റെ കണ്ണുകളെ തുറക്കാൻ കഴിവുള്ള, നിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ഞാൻ നിന്റെ കാര്യം പറയും, പക്ഷെ ഞാൻ ഈ നിന്നോട് സുവിശേഷം പറയില്ല. ദൈവമക്കളെ, അതുപോലെ പിന്നെ അവൾ സുവിശേഷം പറഞ്ഞിട്ടില്ല കേട്ടോ എന്നോട്. കർത്താവിനോട് അവൾ പറഞ്ഞു. ഒരു ഭർത്താവോ, ഒരു ഭാര്യ, ഒരു മകനോ മകളോ, ഒരു അപ്പനോ അമ്മയോ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ദൈവമക്കളെ, മുട്ടുമടക്കി ദൈവത്തോട് പറഞ്ഞാൽ ആ ദൈവത്തിന് കഴിയും അവരെ ഹൃദയത്തെ തൊടുവാൻ, കുരുട്ടുകണ്ണുകളെ തുറക്കാൻ, ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ, ദൈവ വഴിയിൽ നടത്താൻ ആ ദൈവത്തിന് കഴിയും എന്നുള്ളത് എന്റെ അനുഭവമാണ്. ദൈവമക്കളെ, ഞാൻ വളരെ ജയാളിയായിട്ട് മുന്നോട്ട് പോവാ. 2 മാസം കഴിയും. അന്നേരം ദൈവം എന്നെ പിടിക്കുവാൻ, എന്നെ അറസ്റ്റ് ചെയ്യുവാൻ ദൈവം പദ്ധതികൾ ഇട്ടു. ഒരു പ്രത്യേക സാഹചര്യത്തില് എന്നെ തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. മീൻസ് എന്റെ മുൻപിൽ 2 രോഗികൾ മരിക്കുക, വെന്റിലേറ്ററിലാണ്, കറണ്ട് പോയിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന്, ഞാൻ 23 വയസ്സേ ഉള്ളൂ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പരിചയമില്ല. പറഞ്ഞു പഠിച്ചതൊക്കെ അറിയാം, പക്ഷെ പരിചയമില്ല, പരിചയമില്ല. ഒറ്റയ്ക്ക് ഒരാളെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ ഇങ്ങനെ ന്യൂറൈസ് ചെയ്യില്ല. ഞാൻ അവിടെ നിന്നൊന്ന് വിരണ്ടുപോയി. ഞാൻ ഇങ്ങനെ ഒരു വിളി വിളിച്ചു, എന്റെ ദൈവമേ നീ എവിടെ? ഒരു വിളി വിളിച്ചത് ദൈവം ഇറങ്ങി വന്നു. ദൈവമക്കളെ,
ദൈവം ഇറങ്ങി വന്നു. എങ്ങനെയെന്നറിയാം? ആ കുട്ടി എന്നോട് പറഞ്ഞ ഓരോ വചനങ്ങൾ വീണ്ടും ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. എന്തുവാ? ഒരുവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ അവൻ സ്വർഗരാജ്യം കാണില്ല. യോഹന്നാൻ 3:3. വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവിടെ ഉള്ളിലേക്ക് കടന്നു വരാം. അത് റിവലേഷൻസ് 3:20. യോഹന്നാൻ 1:12 അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് ഏവർക്കും ദൈവമക്കൾ അവന് അധികാരം കൊടുത്തു. 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടി, പഴയതൊക്കെ മാറിപ്പോകുന്നു. ഇതൊക്കെ ആ കുട്ടി എന്നോട് പറഞ്ഞ അതേ വചനം ആ ICU വെച്ച് ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. ഒറ്റ മിനിറ്റ് കൂടെ എല്ലാം നടന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പോകുന്ന വഴി ശരിയല്ലേ? നരകത്തിൽ പോകുന്നതാണോ നീ പറയുന്നേ? എങ്കിൽ കർത്താവേ, യഥാർത്ഥ ഒരു വഴിയുണ്ടോ? എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ അതിൽ കൂടെ കടക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം, ഈ 2 രോഗികളെ എനിക്ക് രക്ഷിച്ചു തരണം. അവര് മരിക്കാൻ പാടില്ല. എന്റെ കൈ നീ രോഗികൾ മരിക്കാൻ പാടില്ല. നീ അങ്ങനെ രക്ഷിച്ചാൽ യഥാർത്ഥ വഴി ഞാൻ അന്വേഷിക്കാൻ തുടങ്ങുമെന്നു. കർത്താവിന്റെ ആ പ്രാർത്ഥന കേട്ടു. ആ രോഗികളെ 2 പേര് എന്റെ കൈ തന്നെ എടുത്ത് കർത്താവ് എല്ലാം പ്രവർത്തിക്കുവാനും അത്ഭുതകരമായി അവർ വിടുവിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അന്ന് ഞാൻ എന്റെ ജീവിതം ഞാൻ കർത്താവിന്റെ കയ്യിൽ കൊടുത്തത്. കർത്താവ്, എന്നാ ഏതാണ് ഇതിന്റെ വഴി? അത് നീ കാണിച്ചു തരണം. അങ്ങനെ എന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ബൈബിൾ തുറന്നു വായിച്ചു. ഈ വചനങ്ങളെല്ലാം ഞാൻ അന്ന് കാലദീപമായി, പാതയ്ക്ക് പ്രകാശമായി ദൈവവചനം വായിക്കുവാൻ തുടങ്ങിയ ദൈവമക്കളെ, ദൈവവചനം വായിച്ചു മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഈ ലോകത്തിന് ഈ സന്തോഷവും സമാധാനം വേറെ ഒന്നുമില്ല. കൊന്താ നൊവീന ചൊല്ലുകളൊക്കെ എന്നീ നടന്നു പോയി. ഞാൻ പിന്നെ ബൈബിളിനെയും പാട്ടും പ്രാർത്ഥന, കുറെ പിള്ളേർ എന്റെ റൂമിൽ കൊണ്ടുപോയി പ്രാർത്ഥന തുടങ്ങി, പാട്ട് തുടങ്ങി. ഞാൻ രക്ഷിക്കപ്പെട്ടേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഈ കൊച്ച് തിരിച്ച് അവള് ഹോസ്റ്റൽ വിട്ടു പോവുക. അപ്പൊ അവള് ഒരു കൊച്ചിനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി, ഈ കുട്ടിയെ, ഈ സിസ്റ്ററിനെ നീ ഒന്ന് നോക്കിക്കോണമെന്ന് പറഞ്ഞു. ആ കൊച്ചൊരു അഭിഷക്ത, ഒരു യൗവനക്കാരിയാണ്. അവൾ റൂമിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിറവിന് അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ എനിക്ക് ആ ശക്തി എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കാൻ ഇടയായി. അങ്ങനെ ഞാൻ ആ ശക്തി, ഇത്രമാത്രം ശക്തി നീ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട്, അതെന്താ അതിന്റെ പിൻപിൽ? പിന്നെ അവൾ പറഞ്ഞു, ഇത് അഭിഷേകമാണ്, ദൈവത്തിന് ആത്മാവാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അങ്ങനെ, അയ്യോ, ഇങ്ങനെ ഒരു ശക്തി ഉണ്ടോ? അപ്പൊ ഈ ഒരു ഭാഷ എങ്ങനെ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നേ? അതെല്ലാം അവൾ പറഞ്ഞു. ഇങ്ങനെ ഒരു അഭിഷേകം പ്രാപിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ചെല്ലാൻ കിട്ടും. ടൗൺ ഹാൾ എറണാകുളത്ത് PD ജോൺസൺ പാസ്റ്റർ പ്രസംഗിക്കുന്ന അവിടെ ക്യാമ്പ് നടക്കും. അവിടേക്ക് ഞാൻ മെനക്കെട്ട് പോകുന്നു. അവിടെ വെച്ച് കുറെ കഥകളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്ന സമയമില്ലാത്ത പറയുന്നില്ല. ഒടുവിൽ പരിശുദ്ധാത്മാവായി ദൈവം എന്റെ മേൽ പകർന്നതാണ് എന്റെ ജീവിതത്തിന്റെ രൂപാന്തരം, വേർപാട്, കർത്താവിനോട് പറ്റിച്ചേർന്ന ജീവിതം, ആത്മാവിനെ അനുസരിക്കുന്ന ജീവിതം അന്ന് തുടങ്ങിയ ദൈവമക്കളെ. വീട്ടുകാർ, കൂട്ടുകാരൊക്കെ എല്ലാരും പണങ്ങി. പക്ഷേ ദാവീദ് പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും ഹല്ലേലൂയ എന്നെ ഉപേക്ഷിച്ച് യഹോവ എന്നെ ചേർത്തുകൊണ്ട്, കർത്താവ് അന്ന് മുതൽ എന്നെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. എന്നെ കൈവിടാതെ, എന്നെ ഉപേക്ഷിക്കാതെ, തള്ളിക്കളയാതെ എന്നെ ആത്മീയമായിട്ട് വളർത്താൻ തുടങ്ങി. തുടർന്ന് ഞാൻ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ടു, എല്ലാം കഴിഞ്ഞ് ഹല്ലേലൂയ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം മുന്നോട്ട്. വീട്ടിലെല്ലാം പ്രശ്നമാണ്. വീട്ടിലറിയാമല്ലോ, വിവാഹം പ്രശ്നമല്ലേ, 25 വയസ്സായി, ഒരു വഴി ഇനിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വീട്ടിലുള്ളവർ ഭയങ്കര നിർബന്ധമായി, വയസ്സ് എത്രയായി, ഇനിയെങ്കിലും കല്യാണം കഴിക്കുക, കത്തോലിക്ക ചെറുക്കൻ, അച്ഛനാവാൻ ചെറുക്കനെ കൊണ്ടുവരാം, ഈ കെട്ട്. ഞാൻ പറയില്ല, ഞാൻ ഇനി ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. നിങ്ങൾ ഒരു പെന്തിക്കോസ്കാരനെ കൊണ്ടുവരണം. ആ പെന്തിക്കോസ്കാരനെ ഞാൻ ശോധന ചെയ്ത് കണ്ടുപിടിക്കും, യഥാർത്ഥ പെന്തിക്കോസ്കാരനാണോ, അഭിഷേകമുള്ളവനാണോ, ദൈവസ്നേഹമുള്ളവനാണോ, ദൈവവചനം അനുസരിക്കുന്നവരാണോ, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരാണോ, ഞാൻ ശോധന ചെയ്ത് നോക്കും. എന്നിട്ട് ഞാൻ സമ്മതിക്കൂ. ദൈവമക്കളെ, എന്റെ വീട്ടുകാർ വളരെ പ്രയാസപ്പെട്ടു. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി CPM മഠത്തിൽ പോയി ചേർന്നോളാം, ഇല്ലെങ്കിൽ നീ ഒരു വിവാഹം എനിക്ക് ഒരുക്കണം. നിന്റെ ഇത് ഇഷ്ടപ്രകാരമുള്ള, ആത്മനിറവുള്ള, ദൈവസ്നേഹമുള്ള. ഞാൻ ചോദിച്ചു, ദൈവസ്നേഹം മാത്രമാണ്, ദൈവസ്നേഹമുള്ള, എന്നെക്കായി ഒത്തിരി ഹൈറ്റ് ഉള്ള ഒരാളാണ്, അല്പം കൂടെ എന്നെക്കായി ഹൈറ്റ് വേണമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ദൈവമക്കളെ, എന്റെ ദൈവം എങ്ങനെ പ്രവർത്തിച്ചെന്നറിയാമോ? എന്റെ വീട്ടിൽ തന്നെയാ പ്രവർത്തിച്ചേ. എന്റെ അപ്പൻ മരിച്ചുപോയി, അമ്മയും മക്കളെ ഉള്ളൂ. അവിടെ എന്റെ ഇളയൊരു ബ്രദർ 23 വയസ്സുകാരനുണ്ട്. അവനൊരു പെണ്ണിനെ പ്രേമിച്ചു.
അവര് വന്ന് പെൺകൊച്ചിനെ ചെറുക്കനെ ചോദിച്ചപ്പോൾ എന്റെ ബ്രദർ പറഞ്ഞതാ, ഇവിടെ കല്യാണം കഴിയാതെ എനിക്ക് കെട്ടാൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്തു? ആ പെൺകുട്ടിയിൽ കൂടെ പല ആന്റിമാരൊക്കെ പോയി കണ്ടും പരിചയപ്പെട്ടു. എന്റെ എന്റെ ഹസ്ബൻഡിനെ എന്റെ വീട്ടിലേക്ക് ദൈവം അയച്ചു. അവിടെ വെച്ച് ദൈവം എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, നീ ഇത്രയും സുന്ദരനെ എന്റെ മോൾ കാണാനൊന്നും അത്രയും ഭംഗിയില്ലാത്ത കൊച്ചാ, നീ ഇത്രയും സുന്ദരൻ, നീ ഒരിക്കലും എന്റെ മോളെ കെട്ടത്തില്ല. അങ്ങനെ എന്റെ മോസ്റ്റാന്റെ വായിന്ന് വീണ ഒരു കാര്യമാണ് ഈ വിവാഹത്തിന് കാരണം. ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു അത്. ഞാൻ സൗന്ദര്യമോ പണമോ തേടി വന്നതല്ല. ദൈവകൃപയുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ആവശ്യം. നിങ്ങളെ ഈ മകൾക്ക് കൃപ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട്, ഞാൻ പ്രാർത്ഥിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നേ. കൃപയാൽ ആ ഒരു വാക്കിൽ എന്റെ അമ്മ വീണതാണ്. വീട്ടുകാരെല്ലാവരും അതിന് സമ്മതമായി. വിവാഹം നടന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, കൃപകളും വരങ്ങളുള്ള പാസ്റ്റർ മോസസ് എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട തരത്തിൽ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ കർത്താവിന് യഹോവന് ഇടേനെ ഒന്നിനും മുട്ടുണ്ടാവില്ല. ഇതെല്ലാം ആ വാക്തത്വങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ നിറവേറുവാട്ടോ. എല്ലാം നിറവേറുക. ചില സന്തോഷം മാത്രം, സ്നേഹം മാത്രം. പിന്നെ അറിയാമല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ആ സന്തോഷം ജീവിതം. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മരണകരമായ അവസ്ഥയിൽ നിന്ന് വരുന്നു, കർത്താവ് അവരെ വിടുവിക്കുന്നു. അതൊക്കെ ഇപ്പൊ പറയാൻ സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഓടിപ്പോവാം. ഈ 32 വർഷക്കാലം സന്തോഷവും സമാധാനം സ്നേഹം നിറഞ്ഞ ഒരു കുടുംബ ജീവിതം. എന്റെ കുഞ്ഞുങ്ങൾ കോളേജ് പ്രായമായി, എല്ലാം ആയി, അവര് ഒരുവിധം സെറ്റിലായി, ജോലിയായി. അങ്ങനെ ഇരിക്കുന്ന ആ കാല സമയത്ത് കർത്താവ് താഴ്വരയിൽ കൂടെ കടത്തി വിടുവാൻ ദൈവം മനസ്സ് തോന്നി. അതൊരു അനുഗ്രഹം, നന്മകളൊക്കെ എന്റെ ജീവിതത്തിൽ ഒരുപാട്. ഞാൻ മെഡിക്കൽ ജോലി ചെയ്യുന്നു. ഒരുപാട് നമുക്ക് യുദ്ധങ്ങളുണ്ടല്ലോ, ആത്മീയ യുദ്ധമൊക്കെ ഉണ്ട്. പക്ഷെ കുടുംബത്തിന്റെ അകത്ത് ഭയങ്കര സമാധാനം, ഭയങ്കര സന്തോഷം, ഭയങ്കര സ്നേഹം. അതൊന്നും വർണ്ണിക്കുവാൻ പറ്റത്തില്ല എനിക്ക്. അത്രമാത്രം ദൈവം ഞങ്ങളെ കൂട്ടി യോജിച്ചുകൊണ്ട്, ദൈവം ഉപ്പരിച്ച് അറ്റുപോയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവിന്റെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം. ദൈവമക്കളെ, എന്റെ ഹസ്ബൻഡിനെ ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് 59-ാമത്തെ വയസ്സിൽ എടുക്കുവാൻ തീരുമാനിച്ചു. അതെന്റെ ഹസ്ബൻഡ് പ്രവാചകനായതുകൊണ്ട് പുള്ളിയോട് പറയുകയും ചെയ്തു. എന്നോട് എന്റെ ഹസ്ബൻഡ് പറയാണ്, ഞാൻ ആദ്യമേ ദൈവം എന്നെ എടുക്കും എന്ന് പറയുമ്പോൾ ആ ഒരു വലിയ ദുഃഖം. ക്യാൻസർ രോഗം വരുന്നു. 2 ആഴ്ചയും കൊണ്ട് റിസൾട്ട് വന്ന് 2 ആഴ്ചയും കൊണ്ട് ആളും പോയി കഴിഞ്ഞു. ദൈവമക്കളെ, എന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കി. കൂരിരുൾ താഴ്വരയിൽ കൂടെ നമ്മൾ കടത്തിവിട്ടാൽ കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു. Do I walk through the valley of shadow of death, I'll fear no evil, because thou art with me, thy rod, thy staff shall comfort me. അത് എത്ര സത്യമാണല്ലോ. അല്ല, വടിയും കോൽ നമ്മൾ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ താഴ്വരയിൽ കൂടെ കർത്താവിനെ കടത്തി വിട്ടതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. അതുവരെ മുസ്റ്റുണ്ട്, പിള്ളേരുണ്ട്, 3 കാറുണ്ട്, 3 ബൈക്കുണ്ട്. എന്തൊരു ജീവിതം! എവിടെ പോണം ഇവരെല്ലാം പൊക്കിയെടുത്തോണ്ട് പോകും. എനിക്കൊന്നും അറിയണ്ട. അങ്ങനത്തെ ഒരു ജീവിതത്തിന് സഡൻലി മൂസ സ്വർഗത്തിലും പോയി, എന്റെ 2 കുഞ്ഞുങ്ങൾ വിദേശങ്ങളും പോയി, ഞാനിവിടെ തികച്ചു ഒറ്റപ്പെട്ടു. ആ സമയത്ത് കടലിന്റെ നടുക്കൊണ്ടേ ഇട്ടതുപോലെ ഒരു ഫീലിംഗ്. ഒറ്റപ്പെട്ട. എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റത്തില്ല, ആരാധിക്കാനും പറ്റത്തില്ല, വചനം വായിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബെഡിൽ കിടന്ന് നിരാശയോട് കരയാൻ മാത്രമേ പറ്റൂ. പക്ഷെ ഒരു വചനം ഉണ്ടല്ലോ, റോമൻസ് 8:26, ബലഹീനതയിൽ തുണ നിൽക്കുന്ന ദൈവം. നമ്മളെ ജീവിതത്തിൽ എപ്പോ നമ്മൾ ബലഹീനരാകുന്നു, എപ്പോ നമുക്ക് ആരുമില്ലെന്ന് തോന്നുന്നു, എപ്പോ എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, അപ്പോൾ കർത്താവ് അറിയുക, അല്ല, ബലഹീനതയിൽ തുണ നൽകുന്നു. ആ തുണ ദൈവം എനിക്ക് എന്റെ ജീവിതത്തിൽ വന്നു. ദൈവമക്കളെ, 6 വർഷമായി മോശൻ എന്നെ വിട്ടുപോയിട്ട് 6 വർഷമായി. ഈ 6 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചത്, 43 വർഷമായി ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട്, അതില് ഹല്ലേലൂയ സ്തോത്രം 32 വർഷം ഞാൻ അനുഭവിച്ചത് ആഴമായ അനുഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ വെച്ച് എന്റെ സാക്ഷി നിർത്താണ്. മോശൻ മരിച്ചോണ്ടിരിക്കുമ്പോൾ വെറും റിസൾട്ട് അറിഞ്ഞ് 15 ദിവസം കൊണ്ട് ആള് പോയി, എന്നെ കൈവിട്ടു പോയി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ, മരിച്ചാലും ലാസറിനെ ഉയർപ്പിച്ച പോലെ എനിക്ക് വിശ്വാസമുണ്ട്.
ഞാൻ വിശ്വാസത്താൽ ഞാൻ ലാസറിനെ ഉയർപ്പിച്ച പോലെ എന്റെ ഭർത്താവിനെ ഉയർപ്പിച്ചു കൊണ്ടുവരും എന്ന് ഓർത്ത് ഞാൻ ഇരിക്കുക. ഡോക്ടേഴ്സ് പറയുന്നു 2 ദിവസങ്ങളേ ഉള്ളൂ, മണിക്കൂറുകളേ ഉള്ളൂ, നിമിഷങ്ങളേ ഉള്ളൂ, നിന്റെ ഹസ്ബൻഡ് മരിക്കും എന്ന് തീർത്ത് പറയുമ്പോഴും എനിക്ക് വിശ്വാസമില്ല. ഞാൻ മരിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ഉയർപ്പിച്ചെടുത്തോളാം ഈ ഒരു പറച്ചില. പക്ഷെ മരിക്കുന്ന അന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മോസ്റ്റൻ ഞാൻ വെള്ളം കൊടുത്തോണ്ടിരിക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ മോസ്റ്റനോട് സംസാരിക്കുക. ഞാൻ മോസ്റ്റൻ വെള്ളം കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മോളെ വെയിറ്റ്, കർത്താവ് എന്നോട് സംസാരിക്കും. ദൈവമക്കളെ, മരണം വരെയും അവന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുള്ള ഒരു തെളിവാണ്. മരിച്ചോണ്ടിരിക്കുന്ന മോസ്റ്റാന് ദൈവം സംസാരിക്കുവാണ്. എന്നാണ് സംസാരിക്കുന്നത്? ഞാൻ നിന്നെ വിടുവിക്കാം. ഞാൻ ഓർത്തു സൗഖ്യത്തോടെ എഴുന്നേറ്റ് നടക്കാൻ പോവാണ്. ഞാൻ പറയൂ, ദൈവമേ, നമുക്ക് ലോകം മുഴുവൻ ചെന്ന് സാക്ഷ്യം പറയാൻ കേട്ടോ മോസ്റ്റ. എന്നോട് പറയാം, അല്ല. ദൈവം എന്നോട് പറയാം, അല്ല, ഞാൻ എന്റെ സന്നിധിയിൽ നിന്റെ ഹസ്ബൻഡ് ഞാൻ ചേർത്തെടുക്കുവാണ്. അപ്പോഴാ ഞാൻ അറിയുന്നേ ഈ മോസ്റ്റൻ എന്നെ വിട്ടു പോവുകയാണ്. ആ നിമിഷമാണ് ഞാൻ അറിയുന്നേ. ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലോട് എന്റെ സഹോദരങ്ങൾ എല്ലാവരും ട്രിവാൻഡ്രത്ത് വന്ന് ഇങ്ങനെ കിടക്കുക. കാരണം ഈ മരിച്ചോണ്ടിരിക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ആർക്കും പോവാൻ മനസ്സില്ല. മരിക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞില്ല, 2 ആഴ്ച പോകുന്നു. അതുകൊണ്ട് ആരും പോകുന്നില്ല. ഗൾഫിലുള്ളവർ, ബോംബെയിലുള്ളവര്, സഹോദരങ്ങൾ എല്ലാം ചുറ്റി വന്നിട്ട് ഇങ്ങനെ കിടക്കുക ഓരോ വീടുകള്. അവരെ എല്ലാരും വിളിച്ചപ്പോ നിങ്ങൾ എല്ലാം ഹോസ്പിറ്റലിൽ വാ, എല്ലാരും ഹോസ്പിറ്റലിൽ വാ. എനിക്ക് മനസ്സിലായി പോസ്റ്റർ മരിക്കാൻ. ഞാൻ പറയും, എല്ലാരും ഹോസ്പിറ്റലിലോട്ട് വാ. ഞാൻ ഒന്നും പറയുന്നില്ല അവരോട്. ഹോസ്പിറ്റലിൽ പോയ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ വന്നു. എന്റെ മൂത്തമോൻ ആദ്യം ഞാൻ വിളിച്ചു. മോൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ മൂത്തമോൻ വന്ന ഉടനെ ഞാൻ അവിടെ ഡാഡ മുഖത്തോട്ട് നീ നോക്കിയിരിക്കണടാ. ഡാഡ മരിച്ചോണ്ടിരിക്കുക, പൾസും BP എല്ലാം കുറഞ്ഞിരിക്കും. മോസ്റ്റാൻ കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആയില്ല, ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, മോസ്റ്റാൻ മുഖത്തോട്ട് നീ നോക്കി നിൽക്കണം, ഞാൻ ഇപ്പൊ വരാം. ഞാൻ ബാത്റൂമിൽ പോയി കതവടച്ചു. വെള്ളം ഫുൾ പവറില് ബക്കറ്റോട്ട് തുറന്നിട്ടിട്ട് 2 കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി പൊട്ടിക്കാരൻ, എന്റെ ഹസ്ബൻഡ് നീ എടുക്കല്ലേ, എന്തിനാ ഇത്രയും നല്ലൊരു ഭർത്താവ് നീ എനിക്ക് തന്നിട്ട്, ഇത്രയും 32 വർഷകാലം ഇത്രയും സന്തോഷം ഇത്രയും സമാധാനം അനുഭവിച്ചു, എന്തിനാ കർത്താവേ നീ എന്റെ ഹസ്ബൻഡ് എടുക്കുന്നത്, നീ എന്തിനാ എന്നോട് ഇത് കാണിക്കുന്നത് പറയാ. ദൈവത്തോട് കുറെ ചോദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നീ എന്റെ ജീവൻ എടുക്ക, ഇല്ലെങ്കിൽ മോസ്റ്റാൻ ജീവനിലേക്ക് കൊണ്ടുവരണം. എനിക്കിത് താങ്ങാൻ പറ്റില്ല കർത്താവേ, എന്റെ ജീവൻ എടുക്ക്, ഇല്ലെങ്കിൽ മോസ്റ്റാന്റെ ജീവൻ തിരിച്ചു കൊണ്ടുപോവാ. രണ്ടിലൊന്ന് ചെയ്യണം. എനിക്ക് പറ്റില്ല കർത്താവേ. വിളിച്ചു കൂവി കരഞ്ഞ് നിലവിളിച്ചു. അപ്പൊ ബാബുച്ചേരൻ ബാസിന്റെ ഒരു മെസ്സേജ് ഞാൻ വായിച്ചായിരുന്നു. എന്തുവാ? എന്ത് വന്നാലും നീ സഹിക്കാൻ തയ്യാറാകണം. കർത്താവിന്റെ ദാസിന് മനസ്സിലായി മോശം മരിക്കും. അതുകൊണ്ട് ഇങ്ങനെ എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്ത് വന്നാലും നീ അത് സഹിക്കാൻ നീ തയ്യാറാകണം. 57-ാം സങ്കീർത്തനം വായിച്ചുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു പോലും അവന്റെ ചിറകടി നീ മറയണം എന്ന് പറഞ്ഞു. അതൊന്നും ഞാൻ ഏറ്റെടുത്തില്ല. ഞാൻ അവിടെ നിന്ന് കരച്ചില് നിലവിളിയോട് കർത്താവിനോട്. അപ്പൊ ദൈവം അവന്റെ ശബ്ദം എന്നെ കേൾപ്പിച്ചു. ദൈവമക്കളെ, ഭയങ്കര ഭൂകമ്പോ ഇടിമുഴക്കം പോലെ കാറ്റും കോളോലപ്പോ ഒന്നല്ല ദൈവശബ്ദം നമ്മൾ കേൾപ്പിക്കുന്നത്. എല്ലാം ശാന്തമാകും. ഞാൻ അങ്ങ് തളർന്നു, മനസ്സ് ശരീരം എല്ലാം തളർന്നു. എനിക്ക് ഇനി ദൈവം ഇനി എന്താണ് എന്നോട് പറയാനുള്ളത് അത് പറ. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ഹസ്ബൻഡ് തിരിച്ചു, ഇല്ലെങ്കിൽ നീ എന്റെ ജീവൻ എടുക്കും. ഇതാണ് എന്റെ ചോദ്യം. കർത്താവ് അവിടെ വെച്ച് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ഞാനിപ്പോൾ നിന്റെ മേൽ ഞാനൊരു അഭിഷേകം പകർന്നു. ഈ അഭിഷേകത്തിൽ നീ നിലനിൽക്കും. നീ തളർന്നു പോവില്ല, നീ ക്ഷീണിച്ചു പോവില്ല. ഞാൻ നിന്നെ ഞാൻ എന്റെ ഉള്ളം കരൽ ഞാൻ വഹിക്കും. ഞാൻ നിനക്ക് ഭർത്താവായി തീരുക. ദൈവമക്കളെ, കർത്താവ് ആ വാക്ക് പാലിച്ചോട്ടോ. അത് കഴിഞ്ഞ ഉടനെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ദേഹത്തോടെ എന്നെ കൈവച്ചു. അന്യഭാഷകൾ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്റെ വീട്ടുകാർക്ക് വിചാരിച്ചു, എന്തു പറ്റി കൊച്ചിനെന്ന് അറിഞ്ഞു, വട്ടുപിടിച്ചോ, എന്തുവാണോ ഈ കൊച്ചു കാണിക്കുന്നത്? ഞാൻ ഒച്ചത്തിൽ അന്യഭാഷ ആരാധിച്ചോണ്ടിരിക്കുവാൻ. ഞാൻ അവിടെ ഇവിടെ എല്ലാരും വലിച്ചു കൂവുന്നു, കരയുന്നു. മോസി പറഞ്ഞാൽ മോസൻ അവസാനം വലിക്കുക. അപ്പൊ കൂട്ടക്കരച്ചില്ല. കാരണം എത്രയോ പേര് ആ റൂമിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, ചുറ്റിലെല്ലാം കൈകോർത്ത് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക ജീവൻ മടങ്ങി വരാൻ. പക്ഷെ മോസ്റ്റൻ ദൈവം ജീവൻ എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ണറിയില്ല. ദൈവം എന്റെ മോസ്റ്റൻ കൈവച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക.
ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. എനിക്ക് വേറൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങിയതാണ്. ഈ നിമിഷം വരെയും ദൈവനെ നിലനിർത്തിയത്. ചില സമയം കൂടെ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ ഈ 6 വർഷം കൊണ്ട് ഞാൻ എങ്ങനെ യേശുവിനെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചത് നിങ്ങളോട് ഞാൻ ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ കാണും, ഒറ്റപ്പെട്ടവർ കാണും, ഹസ്ബൻഡ് സ്നേഹിക്കാത്തവർ, ഭാര്യമാരും മക്കളും എല്ലാവരും ഒറ്റപ്പെട്ടവർ. ഈ ലോകം എല്ലാം കാണുന്നത് എന്തുവാ? എല്ലാരും മക്കള് ഉപേക്ഷിക്കുന്നു, ഭർത്താക്കന്മാര് ഭാര്യമാരെ ഉപേക്ഷിക്കുന്നു, എല്ലാ കൊലപാതകങ്ങളൊക്കെ കേൾക്കുന്നേ. എന്റെ മുൻപിൽ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഓരോ അനുഭവം ഉണ്ടാവില്ലേ? നിങ്ങളുടെ ബലത്തിന് വേണ്ടി ഞാൻ പറയട്ടെ. എന്റെ ഹസ്ബൻഡ് പോയി, എന്റെ കുഞ്ഞുങ്ങൾ ദൂരദേശത്ത് വിട്ടു, ഞാൻ ഒറ്റയ്ക്ക് ഈ വീട്ടിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം ദൈവം തന്നു. താഴെ ഒരു മോളെ എനിക്ക് വാടകയ്ക്ക് താമസിക്കാൻ വെച്ചു. അവൾ എന്റെ മകളായി തോന്നി. പ്രസവിക്കാത്തൊരു മകളെ പോലെ ആ കുഞ്ഞ് എന്നെ നോക്കാൻ തുടങ്ങി. എന്റെ ഏത് ആവശ്യത്തിന്, ആശുപത്രി പോകണോ, ഏത് ആവശ്യത്തിന് അവർ കുടുംബമായി. അതായത് ആ ദാസനും ദാസിയും കുഞ്ഞും അവര് എനിക്ക് എന്റെ സ്വന്തം മകളായിട്ട് ഈ ഭവനത്തിൽ ഇന്ന് വരെ ഉണ്ട്. ഒത്തിരി വിഷയങ്ങൾ അവരെ കുറിച്ച് പറയാനുണ്ട്, പക്ഷെ സമയമില്ലാത്ത ഞാൻ പറയുന്നില്ല. ഇത്രയും മാത്രം പറയുന്നുള്ളൂ. ദൈവം എനിക്കൊരു മകളെ തന്നതാ, പ്രസവിക്കാത്തൊരു മകളെ. കർത്താവ് ഇന്ന് വരെയും എന്നെ കർത്താവിന്റെ ഉള്ളം കരങ്ങളാണ് വഹിച്ചിരിക്കുന്നത്. ചില അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഈ ദുഷ്ട ലോകത്തിൽ എല്ലാം തകടം മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എങ്ങോട്ട് തിരിയുമ്പോഴും ദൈവമക്കളെ കുറിച്ച്, ദൈവദാസന്മാരെ കുറിച്ചൊക്കെ ഓരോന്ന് നമുക്ക് ഇത് മാധ്യമങ്ങൾ കേൾക്കാം. എവിടെ ചെന്നാലും എല്ലാം നെഗറ്റീവാ കേൾക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കങ്ങളും ഒക്കെ ജനം കഷ്ടപ്പെടുന്നു. ദൈവദാസന്മാര് ജയിലിലിടുന്നു. എല്ലായിടും നെഗറ്റീവാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? പക്ഷെ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ദൈവമക്കളെ. അതെവിടെയാണെന്നറിയാമോ? ഈ ബഹളത്തിന്റെ എല്ലാ ഇടയിലും ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയണം. ദൈവശബ്ദം എങ്ങനെ കേൾക്കാൻ പറ്റും? ഞാൻ ഈ ചുരുക്കമായി പെട്ടെന്ന് പറഞ്ഞു പോവാം. എങ്ങനെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും? ഇത്രയും ഭയങ്കരമായ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. നോബഡി ഈസ് വിതൗട്ട് എനി പ്രോബ്ലം. എല്ലാവർക്കും ഓരോ പ്രശ്നമുണ്ടല്ലോ. ഈ പ്രശ്നങ്ങളെല്ലാം നടുവിൽ എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും? എനിക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ രഹസ്യം ഒന്ന് പറഞ്ഞു തരട്ടെ. ദൈവം എന്നെ ഈ മുറിക്കകത്തിരുന്ന് പഠിപ്പിച്ചതാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ല, ഞാനിത് വലിയ പ്രാസംഗികമൊന്നുമല്ല. ഞാൻ ഒത്തിരി ബൈബിൾ വായിച്ച് അതുകൊണ്ട് എനിക്ക് കിട്ടിയ നോളജ് ഒന്നുമല്ല. ദൈവം വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ നേരെ വെളുക്കുന്നതിന് മുമ്പ് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം, ഒന്നെങ്കിൽ പാരാത്രി അല്ലെങ്കിൽ വെളുപ്പിനെ, രാത്രി 12 മണിക്കും രാവിലെ 6 മണിക്കിടയ്ക്ക് ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. ഞാൻ ഗ്യാരണ്ടി പറയാം, ആ 10 മിനിറ്റ് മതി നിങ്ങളെ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഇടയാക്കാൻ. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഒരു വചനം വായിക്കാമോ? കർത്താവിന്റെ വചനം, സാംസ്. പെട്ടെന്ന് വായിച്ചു തരണേ. സാംസ് 46:10. വചനം വായിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ 1-2 പെട്ടെന്ന് പറഞ്ഞു പോവാം, പക്ഷെ ഇതൊന്ന് വായിക്കണം. സാംസ് 46:10, 46:10. എന്താ? മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. മതി. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറയുന്ന കാരണം എന്താണ്? മിണ്ടാൻ തന്നെ തോന്നുന്ന ഒരു കാലം ഇത് അല്ലെ? വീട്ടിലാണെങ്കിൽ ഭർത്താവ് ഭാര്യയോടും, ഭാര്യ ഭർത്താവിനോടും, മക്കൾ അപ്പനോടും, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് വഴക്ക് കിട്ടു, പ്രശ്നം ഉണ്ടാക്കി, വാക്കും കൊണ്ട് എല്ലാം ജയിക്കണം. എല്ലാവർക്കും മുൻപിൽ വന്ന് നിൽക്കണം. എല്ലാവർക്കും അവർ ശരിയെന്ന് അവർക്ക് വെളിപ്പെടുത്തണം അല്ലേ? അങ്ങനെ ഒരു കാലത്തിലാണ്. അങ്ങനെ ഒരു നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ നോക്കിക്കേ, ഫുള്ളി ബിസിയാ. ഒന്നെങ്കിൽ അടുക്കളയിൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ 100 കൂട്ട് കാര്യങ്ങളാണ് നമ്മളെ മനസ്സിനെ തകർക്കുന്ന, നമുക്ക് മാനസികമായിട്ട് തകർക്കുന്ന അനേക വിഷയങ്ങളുടെ നടുവിലാണ് നമ്മൾ കടന്നു പോകുന്നേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കർത്താവിന്റെ ഏറ്റവും വരവായ സമയം. ഈ സമയം നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവമക്കളെ, നമ്മൾ അവന്റെ വരവിൽ കാണുമോ എന്ന് സംശയമാണ്. അവന്റെ സന്നിധിയിൽ രാത്രി 12 മണിക്കൂർ 6 മണിക്കിടയ്ക്ക്. എന്തിനാ ഞാൻ ഈ സമയം പറയുന്നത്? ഒരു സ്റ്റിൽ ടൈം വേണം.
ആരുടെയും ശല്യമില്ലാത്ത, ടെലിഫോൺ ശല്യപ്പെടുത്താത്ത, മക്കൾ ശല്യപ്പെടുത്താത്ത, ഭാര്യ ഭർത്താവ് ആരും വന്നെ ശല്യപ്പെടുത്താത്ത ഒരു സമയം നമുക്ക് എപ്പോഴാ ഉള്ളത്? രാത്രി 12 മണിക്ക് 6 മണിക്കേ ഉള്ളൂ. അല്ലാത്ത എല്ലാ സമയം ടെലിഫോൺ വരും, വിസിറ്റർ വരും, ഭർത്താവ് വിളിക്കും, ഭാര്യ വിളിക്കും, കുഞ്ഞുങ്ങൾ വിളിക്കും, എല്ലാം ഒന്ന് ബഹളങ്ങൾ. നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനൊന്നും നമുക്ക് സമയമില്ല. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കാര്യം ചെയ്യാവും. ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്, ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഇഷ്ടംപോലെ സമയം കാണത്തില്ല. ഞാൻ ഇഷ്ടംപോലെ സമയമില്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ആദ്യത്തിന്റെ സമയം, അവന്റെ നീതിയും രാജ്യം ആദ്യം അന്വേഷിച്ചാൽ ഇതൊക്കെ നമ്മളെ പിന്തുടരും. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നമ്മൾ ചോദിക്കുന്ന മുമ്പ് നമുക്ക് തരും. ഇതൊക്കെ വാഗ്ദത്തങ്ങളാണ്. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതുമാണ്. പക്ഷേ ഈ ഒരു അനുഭവം നമ്മൾ ആരുമില്ലാത്തപ്പോൾ, ആരും നമ്മളെ സ്നേഹിക്കാനില്ലാത്തപ്പോൾ, നമ്മളെ കൂടെ ജീവിക്കാൻ ആരും ഇല്ലാത്തപ്പോൾ, നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, നമ്മൾ വേദനയും ദുഃഖവും മാത്രം നമ്മൾ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ സമാധാനത്തോട് ജീവിക്കാൻ കഴിയും ദൈവമക്കളെ. അങ്ങനെ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിധവയുണ്ടോ, ഒരു മാതാവുണ്ടോ, ഒരു ഭാര്യയുണ്ടോ, ഒരു ഭർത്താവുണ്ടോ? നിന്റെ ജീവിതത്തിൽ നീ ഒരു 10 മിനിറ്റ് നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കാം. വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാവരും നമ്മൾ അത് തരാൻ പറയും, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം, എന്റെ അനുഭവം ഞാൻ പറയാം കേട്ടോ. ഇതെനിക്ക് വേറെ ആളുടെ തലയിൽ ഇടിച്ച് തരാൻ കഴിയത്തില്ല. പക്ഷെ ഞാൻ അനുഭവിച്ച് പറയാമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ ഞാൻ പറയാം, അവിടെ ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. എന്തിനാ കർത്താവ് ബി സ്റ്റിൽ എന്ന് പറയുന്നത്? എല്ലാ ശബ്ദങ്ങളും ഔട്ടാക്കണം, ടെലിഫോൺ ഓഫ് ചെയ്തിടണം. ഒരു മനുഷ്യരെ നമ്മളെ വിളിക്കാനോ നമ്മളോട് സംസാരിക്കാനോ നമ്മളൊരു ആവശ്യത്തിന് വിളിക്കാനോ ഇടയില്ലാത്തൊരു സമയം കണ്ടെത്തണം. അന്ന് ഈ സമയത്തല്ലേ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. വേറൊരു സമയം ഉണ്ടെങ്കിൽ കണ്ടെത്തിക്കോ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കി, ഇപ്പൊ എനിക്ക് 24 മണിക്കൂർ എനിക്ക് സമയമുണ്ട്. അതുകൊണ്ട് അതിന്റെ മഹത്വത്തിൽ ഞാൻ കർത്താവിനെ അനുഭവിച്ചും സന്തോഷവും സമാധാനവും ഒരു സമൃദ്ധിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഈ 10 മിനിറ്റ് സമയം എന്താണ് ചെയ്യുന്നത്? വാട്ട് ടു ഡു? ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. നീ ആദ്യമേ നീ മിണ്ടാതിരിക്കുക. ആദ്യമേ നീ മിണ്ടാതിരിക്കുക. എന്നിട്ട് ഞാൻ ദൈവമാണെന്ന് നീ അറിഞ്ഞുകൊള്ളൂ. എങ്ങനെ നമുക്ക് ദൈവസന്നിധിക്കാൻ പറ്റും? ആ സമയത്ത് പാടണ്ട, ആ സമയത്ത് പ്രാർത്ഥിക്കണ്ട, ആ സമയത്ത് വചനം ധ്യാനിക്കണ്ട, ഒന്നും ചെയ്യേണ്ട ദൈവമക്കളെ. കണ്ണടച്ചിട്ട് ഇങ്ങനെ പറയണം. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് കർത്താവ് തന്നു. ആ ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അഭിഷേകം പ്രാപിച്ചാലും പ്രാപിച്ചില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരാള്, യേശുവിനെ ഏറ്റുപറഞ്ഞ ഒരാള്, ദൈവാത്മാവിനാൽ അത്രയും അവൻ ദൈവത്തെ ഏറ്റുപറയുക. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആത്മാവിനെ ഉണർത്തി കൊണ്ടുവരുന്ന രംഗ ഇത്. ദൈവസന്നിധി ചെന്ന് കണ്ണടച്ച്, ടെലിഫോൺ ഓഫ് ആയിരിക്കണം. ഒരു മനുഷ്യൻ നമ്മളെ ശല്യപ്പെടുത്താത്ത സമയമായിരിക്കണം. ആരും കുഞ്ഞുങ്ങളോ ഭർത്താവോ ഭാര്യയോ നമ്മളെ വിളിക്കാൻ വരാൻ പാടില്ല. ആ സമയത്ത് വിസിറ്റർ വരാൻ പാടില്ല, ടെലിഫോൺ വരാൻ പാടില്ല, വേറെ ഒന്നും പാടില്ല. നമ്മൾ ആ 10 മിനിറ്റ് സമയം ബി സ്റ്റിൽ, മിണ്ടാതിരുന്ന ഞാൻ ദൈവമാണ്, ഞാൻ കാണിച്ചു തരാം മക്കളെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ദൈവമാണ്, നിങ്ങളുടെ മുൻപിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് കാണിച്ചു തന്ന എന്റെ ദൈവം. ഞാൻ ആ അനുഭവത്തിൽ കൂടെ ഞാൻ പോവാം. ഇപ്പൊ ഞാൻ അത്രയൊന്നും അന്ന് ഞാൻ തികഞ്ഞവളായി എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അനുഭവിക്കുന്നു. എന്തുവാ? ദൈവ സമാധാനം, ദൈവ സാന്നിധ്യം. കർത്താവ് എന്റെ കൂടെ എല്ലാം നേരം ഉണ്ട് എന്നുള്ള ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായത്. സോ ദൈവസന്നിധി ചെല്ലണം, കണ്ണടയ്ക്കണം. പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമുക്കുള്ള ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ എന്ത് പറയണം? ഒരു ആത്മീയ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ ഉരുവായില്ലേ? ആ മനുഷ്യൻ അവിടെ കാത്തിരിക്കുക. എന്തിനാ? നമ്മളെ ആത്മീയമായിട്ട് പണിയുവാൻ. നമ്മുടെ വായിന്ന് പുറപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ അവിടെ ചെന്നിട്ട് ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ദൈവാത്മാവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, എന്നെ ആശ്വസിപ്പിക്കണേ, ഇത്രേ പറയാവുള്ളൂ. പിന്നെ എന്താ ചെയ്യണം? മിണ്ടാതിരുന്ന് കണ്ണു അടച്ചിട്ട് ദൈവ ശബ്ദത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഏലിയാവിനോട് പറഞ്ഞു, നിങ്ങൾ മലയിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞു. എന്തിനാ? ദൈവശബ്ദം കേൾക്കാൻ. അവൻ നോക്കിയപ്പോഴെന്തുവാ? മലകൾ ഇടിഞ്ഞു വീഴുന്നു, ഭൂകമ്പം വരുന്നു, കാറ്റടിക്കുന്നു. ഇതിലൊന്നും ദൈവം വെളിപ്പെടുന്നില്ല. അവൻ കാത്തിരിക്കുവാ. ദൈവം പറഞ്ഞ അവിടെ പോയി നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കാം. അവൻ അവിടെ ചെന്ന് കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് മല ഇടിഞ്ഞു വീഴുന്ന സൗണ്ട് കേൾക്കുന്നു, ഭൂകത്തിന്റെ സൗണ്ട് കേൾക്കുന്നു, കാറ്റും മഴയും എല്ലാം, കാറ്റിങ്ങനെ അടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കും. പക്ഷെ ദൈവശബ്ദം അവൻ കേൾക്കുന്നില്ല.
അപ്പൊ അവൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു, എന്തുകൊണ്ട് ഇത്രയും ബഹളത്തിന്റെ ഇടയിൽ ഒന്നും ദൈവം ഇറങ്ങി വരാത്തെ? പണ്ടൊക്കെ മോശയുടെ സമയത്ത് ഭയങ്കര ബഹളത്തിനിടയ്ക്ക് ദൈവം പ്രത്യക്ഷമാകും. അപ്പൊ ഇതെന്തുകൊണ്ട് ദൈവം വരുന്നില്ല? അങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം, ഏലിയാവേ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? അവനോട് പറയാ. അവൻ ജെസബേലിൽ നിന്നുള്ള ഭീഷണി കേട്ടിട്ട് അവൻ മരിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഒളിച്ചു നിൽക്കുന്നു. അവിടെ ദൈവം വന്ന് അവനെ തട്ടി ഉണർത്തുന്നു. അവനോട് പറയുന്നു, നീ എന്താ? 2 പ്രാവശ്യം ദൈവം പറയുന്നു, നീ ഇത് എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? അത് 1 രാജാക്കന്മാരുടെ വായിക്കണ്ട. 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് 19 11 തൊട്ട് 13 വാക്യം വെച്ച് വായിച്ച് ഇതെല്ലാം നമുക്ക് കാണാം. അവിടെ മൗണ്ടൻസ് ആർ ബ്രേക്കിംഗ് ഡൗൺ, ഭൂകമ്പം ഉണ്ടാവുന്നു, പിന്നെ ഭയങ്കര കാറ്റുണ്ടാവുന്നു. ഇതൊന്നും ദൈവശബ്ദമില്ലായിരുന്നു. പക്ഷെ ദൈവശബ്ദം വളരെ സൗണ്ട് കുറച്ച്, വിസ്പേഴ്സ്. He just whispers to his children. ദൈവമക്കളെ, നമ്മൾ അങ്ങനെ 10 മിനിറ്റ് ഇരുന്നാലേ നമ്മളെ ഹൃദയത്തോട് ദൈവം സംസാരിക്കും. ഉറപ്പായിട്ട് സംസാരിക്കും. ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിലോട്ട് ദൈവം സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സമയം കണ്ടെത്തിയാൽ മതി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമാണ്. മോശയോട് പറഞ്ഞു, നിനക്ക് എല്ലാം ഞാൻ തരാം, മഞ്ഞ തരാം, വെള്ളം തരാം, ഇത് മേഘസ്തംഭം, അഗ്നിസ്തംഭം എല്ലാം തരാം. മോശ പറഞ്ഞ, കർത്താവേ, പറ്റത്തില്ല, നിന്റെ സാന്നിധ്യം എന്റെ മുൻപിൽ പോകുന്നല്ലാതെ നീ എന്നെ അയക്കലേ. ഈ സാന്നിധ്യത്തിന് വേണ്ടി ദൈവമക്കളെ ഇതാ ചെയ്യേണ്ടത്. ഇന്നത്തെ കാലത്ത് ദൈവ സാന്നിധ്യമില്ലാതെ നമുക്കൊരു ജീവിതം ഇല്ല. ക്രിസ്തീയ ജീവിതം സ്വന്തം കഴിവിൽ പറ്റത്തില്ല. എത്ര ബൈബിൾ വായിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര കൈകൊട്ടിയാലും, എത്ര ആരാധിച്ചാലും, ദൈവ ശബ്ദം കേട്ട് മുന്നോട്ട് പോകണമോ, നമുക്കൊരു 10 മിനിറ്റെങ്കിലും ദൈവത്തിന് ഇരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. അവരുടെ ശബ്ദം കേൾക്കുന്ന ഒരു ശബ്ദം. വചനത്തിൽ കൂടി ദൈവം സംസാരിക്കും, ദൈവദാസന്മാരിൽ കൂടെ ദൈവം സംസാരിക്കും. ആ പാട്ടും ആരാധന എല്ലാം ദൈവശബ്ദം കേൾക്കാം. പക്ഷെ വ്യക്തിപരമായി നിന്നോട് ദൈവത്തിന്റെ രഹസ്യമായ ഒരു പറച്ചിലുണ്ട്. മകളെ എന്ന് വിളിച്ചുകൊണ്ട്, മകനെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ആ വേദന മനസ്സിലാക്കുന്നു. കർത്താവിന്റെ ആ സാന്നിധ്യം കൊണ്ട് നമ്മളങ്ങ് നിറയ്ക്കും. ആ 10 മിനിറ്റ് കൊണ്ട് ആ അനുഭവത്തിൽ നമ്മളെ കയറി വന്നാൽ എന്തൊക്കെയാ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ദൈവ സാന്നിധ്യം ഇങ്ങനെ അനുഭവിക്കുന്ന ആള് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിലെ ലക്ഷണങ്ങൾ? അത് ഞാൻ പറയട്ടെ. ഞാൻ ജീവിതത്തിൽ ഞാൻ ഇതെല്ലാം ദൈവനെ പഠിപ്പിച്ച ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഓരോ ഞാൻ വാട്ട് ഐ ആം എക്സ്പീരിയൻസിങ് ഇൻ മൈ ലൈഫ്. എന്റെ താഴെ എൻ്റെ ഒരു മോളെ പോലെ എൻ്റെ കുഞ്ഞോട് ജോസ്ഫീൻ, അവൾക്കതറിയാം എന്തുമായിരിക്കും നമ്മളിങ്ങനെ 10 മിനിറ്റ് ദൈവത്തിന് വേർതിരിച്ച് എല്ലാ കാര്യങ്ങൾ മാറ്റി കർത്താവിന്റെ ശബ്ദത്തിൽ നമ്മൾ ചെവി കൊടുത്താൽ എന്താണ് ദൈവം നമ്മുടെ മേൽ പകർന്നു തരുന്നത്? അവന്റെ സാന്നിധ്യമാണ് പകരുന്നത്. അവന്റെ ശബ്ദം നമ്മൾ കേൾപ്പിക്കും. അവന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരും. ഈ സാന്നിധ്യത്തിൽ ജീവിക്കാൻ കഴിയും ദൈവമക്കളെ, കഴിയും. എത്ര പ്രശ്നമാട്ടെ, ഭാര്യ ഭർത്താവ് പ്രശ്നം, കുടുംബ പ്രശ്നം, തലമുറ പ്രശ്നം, പൈസയ്ക്ക് ബുദ്ധിമുട്ട്, എല്ലാ പ്രശ്നങ്ങൾ വരട്ടെ, ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാമെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നറിയോ? ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവനെ നീതിയും രാജ്യവും അന്വേഷിക്കാനുള്ള കൃപ കിട്ടും. ബൈബിൾ വായിച്ച് ധ്യാനിക്കാനുള്ള കൃപ കിട്ടും. ദൈവത്തോട് നമ്മളെ ഭാരങ്ങളെല്ലാം സ്തോത്രത്തോട് സമർപ്പിക്കാൻ കൃപ കിട്ടും. ഫിലിപ്പിയൻസ് 4:6-7 പറഞ്ഞില്ലേ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാ, സ്തോത്രത്തോട് നമ്മൾ അപേക്ഷകളെ നമ്മളെ സ്തോത്രത്തോട് അപേക്ഷയോട് ദൈവത്തോട് അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ ക്രിസ്തുവേഷൻ കാക്കപ്പെടുന്നേ മക്കളെ. ഇത് ചെയ്താണ് അതെല്ലാം കിട്ടുന്നേ. ഇത് നമ്മൾ സ്വന്തമായിട്ട് നോക്കിക്കേ. ബൈബിൾ വായിക്കാൻ നോക്കുമ്പോൾ 100 ടെലിഫോൺ വരും, കൊച്ചുങ്ങൾ ഇങ്ങോട്ട് വരും, ഭർത്താവ് അവിടെ നിന്ന് വിളിക്കും. ബൈബിൾ വായിക്കാൻ പറ്റൂ. പക്ഷെ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് ദൈവം നിങ്ങൾക്ക് സമയം വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധി നിങ്ങൾക്ക് ദുഃഖങ്ങൾ പകരാനും ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കും. ഓട്ടോമാറ്റിക്. ബാക്കിയെല്ലാം ദൈവം നിയന്ത്രിക്കും, ദൈവാത്മാ നിയന്ത്രിക്കും, മക്കളെ നിയന്ത്രിക്കും, ഭർത്താവിനെ നിയന്ത്രിക്കും, വിസിറ്റേഴ്സിനെ എല്ലാം നിയന്ത്രിച്ച് നമ്മളെ ദൈവത്തിന് ഇരുത്തും. ദൈവം വചനം വായനയ്ക്കും ധ്യാനത്തിനും സമർപ്പണത്തിനും സ്തുതിക്കെല്ലാം ദൈവം നമ്മളെ ഇരുത്തും. പക്ഷെ ഈ കാര്യം നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ ചെയ്ത ഈ 10 മിനിറ്റ് ഇങ്ങനെ ദൈവസ്ഥാനത്തെ അനുഭവിച്ച് ദൈവശബ്ദത്തിന് വേണ്ടി കണ്ണടച്ചും ശബ്ദം പുറപ്പെടാതെ ദൈവം എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, എന്നെ ആശ്വസിപ്പിക്കണേ, ഇത്രേ പറയുള്ളൂ. അതിനപ്പുറമൊന്നും പറയില്ല. പിന്നെ മിണ്ടാതിരുന്നു. ദൈവശബ്ദം കുറച്ച
ഹൃദയത്തിലാണ് സംസാരിക്കും, മനസ്സിലില്ല കേട്ടോ. ഹൃദയത്തിനുള്ളിൽ ദൈവം സംസാരിക്കും. അതിന്റെ ഫലമായിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ ഉടനെ പിന്നെ നമുക്ക് ദൈവത്തിന് സമയം വേർതിരിക്കാൻ കൃപ കിട്ടും. വചനം വായിക്കാൻ കൃപ കിട്ടും, പ്രാർത്ഥിക്കാൻ കൃപ കിട്ടും. നമുക്ക് പിന്നെ എന്താ, അത് ആദ്യത്തെ ഫലം അതാണേ, ആദ്യത്തെ ഫലം അത്. രണ്ടാമത്തെ ഫലം എന്താണെന്നറിയോ? പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് വെച്ചോ. എത്ര പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യം വന്നാലും നമ്മൾ മൗനം പാലിക്കും. ഒരു മിനിറ്റ് നമ്മൾ ചിന്തിക്കും. എന്താ ചിന്തിക്കും? ഇത് ദൈവം അറിയാതല്ല. 1, 2, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്താ പറയാൻ, സകല നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നതാണെന്ന് ചിന്തിക്കും. മൂന്നാമത്തത്, കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ സാഹചര്യത്തെ സമർപ്പിച്ചു കൊടുക്കാൻ മിണ്ടാതിരുന്നാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, നീ ദൈവത്തോട് സംസാരിക്കണം. ആ പൊട്ടിത്തെറിക്കുന്ന ദൈവം ആ സമയം തന്നെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ ദൈവം നമുക്ക് മൗനം പാലിക്കാൻ ഒരു ജ്ഞാനം തരും. ആ ജ്ഞാനത്തിൽ കൂടി എല്ലാം വെളിപ്പെടും. ആ ഒരു മിനിറ്റ് നമ്മൾ മൗനമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ദൈവത്തോട് പറയാൻ കഴിയും, കർത്താവെ എന്നെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, കർത്താവ് ഈ സാഹചര്യത്തിൽ നീ എന്നെ സഹായിക്കണമേ, കർത്താവ് ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാതെ നീ എന്നെ കാത്തുകൊള്ളണമേ. എന്റെ ചെറിയ മോൻ 14 വയസ്സിൽ അവന് രക്ഷിക്കപ്പെട്ട്, അവൻ 14 വയസ്സിൽ അഭിഷേകം പ്രാപിച്ച് അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ തുടങ്ങിയ പ്രായം 14 വയസ്സിൽ. അവനെ ഞാൻ കോപിച്ച് കണ്ടിട്ടില്ല, ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. അവന്റെ വീട്ടില്, നമ്മുടെ വീട്ടിൽ അവനെ എന്തെങ്കിലും അവനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അവൻ പെട്ടെന്ന് കഥ കുറ്റിയും. അവിടെ ദേഷ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അവൻ നേരെ കഥ കയറി അകത്തിട്ട് കഥ കുറ്റിയും. അപ്പൊ ഞാൻ എന്ത് പറ്റി മോസ്, എന്ത് പറ്റി, അവൻ എന്ത് പറ്റി? ഒന്നല്ല, ഞാൻ 2 വഴക്ക് പറഞ്ഞു. ഓക്കെ, ഇച്ചി കഴിയുമ്പോ അവൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കണ്ണ് ചുമന്ന്, എന്ത് പറ്റിയിടാ നിനക്ക്? മമ്മി, എനിക്ക് ദൈവസന്നിധിയിൽ കൃപ കിട്ടാൻ വേണ്ടി ഞാൻ ദൈവസന്നിധി ഇരുന്നതാ. എനിക്ക് എന്റെ ഉള്ളിൽ വരുന്ന ചിന്തകൾ പോലും പാവല്ലേ, കോപവും ദേഷ്യമൊക്കെ, അതൊക്കെ അതിജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കൃപയ്ക്ക് വേണ്ടി പോയി ദൈവസന്നിധി ഇരുന്ന. അങ്ങനെ നമ്മൾ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. അങ്ങനെ കോപിഷ്ടായിരിക്കുന്ന ഒരു വ്യക്തി കോപത്തിന് മേൽ ജയം ലഭിക്കുന്നു, മൗനം പാലിക്കാൻ കൃപ കിട്ടുന്നു, ജ്ഞാനത്തോട് ഇടപെടുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തത്, ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയാം, ഇതെല്ലാം ഞാൻ അനുഭവിക്കും, ഞാൻ പറയുകയാണെ, ഒരു സംഗതി എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആദ്യം നമ്മൾ ഈ 10 മിനിറ്റ് ദൈവസ്ഥാനം ദൈവശബ്ദം കേട്ടാലോ, ആദ്യം നമുക്ക് ഒരു ഫസ്റ്റ് ടൈം വിത്ത് ഗോഡ് ദൈവം നമുക്ക് ഒരുക്കി തരും. ഓക്കെ, അതിന്റെ ഫലമാണ് പിന്നെ എല്ലാം എന്തുവാ, എല്ലാ നന്മകൾ പിന്തുടരുക. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തെല്ലാം ജാതികൾ അന്വേഷിക്കുന്നു അതെല്ലാം നമ്മളെ പിന്തുടരുന്നു. മാത്രമല്ല, നമ്മൾ ചോദിക്കാതെ നമ്മൾ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് തരുന്നു. അത് കഴിഞ്ഞ് എന്താണ്? കൃപ തരുന്നു, ജ്ഞാനം തരുന്നു. നമ്മളെ ബലഹീന അവസ്ഥയിൽ ജഡത്തിന്റെ സ്വഭാവം വെളിപ്പെടുമ്പോൾ അവിടെ നമുക്ക് ജ്ഞാനം തരുന്നു, മൗനം പാലിക്കാൻ കൃപ തരുന്നു. ഭർത്താവ് തട്ടിക്കയറി ഇങ്ങോട്ട് വരുമ്പോൾ, ബഹളം വെച്ച് വരുമ്പോൾ നമ്മൾ അതുപോലെ രണ്ടും പറഞ്ഞു നോക്കിക്കേ, അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു. അവിടെ പ്ലേറ്റും ഗ്ലാസും എല്ലാം പൊട്ടിച്ചതായിരുന്നു, TV എല്ലാം പൊട്ടിച്ചതായിരുന്നു, നാശനഷ്ടം ഉണ്ടാവും. ആ സമയത്ത് ആ ഭാര്യ ഉണ്ടല്ലോ, ജ്ഞാനമുള്ളവൾ, പ്രോവർബ്സ് സദൃശ്യവാക്യം 14-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടു, ജ്ഞാനമുള്ളവൾ അവിടെ ഭവനത്തെ പണിയുന്നു. എങ്ങനെ പണിയുന്നു? ദൈവിക ജ്ഞാനം. അപ്പോൾ ദൈവം അവളുടെ മേൽ പകരും. പൊട്ടിത്തെറിച്ചിക്ക് വരുമ്പോൾ അവൾ മൗനം പാലിക്കും, ഹൃദയം കൊണ്ട് ദൈവത്തോട് ഇടപെടും. കർത്താവേ എന്നെ ശക്തീകരിക്കണമേ, ക്ഷമ തരണമേ, സഹായിക്കാൻ കൃപ തരണമേ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കോപമെല്ലാം ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് മാറും. പിന്നെ അവൻ തന്നെ സങ്കടം വരും, ഈ കൊച്ചിന് ഇത്രയും ഞാൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ഇത്രയും ഒരു ബഹളത്തിന് കാരണം വേണ്ടായിരുന്നു, മോളെ സോറി എന്ന് അവൾ ഇങ്ങോട്ടൊന്നും ചോദിക്കും. അതൊരു രംഗം. ഇനി അടുത്ത കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താം. അടുത്തത് എന്താ അറിയാമോ? അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കേട്ടോ. കൊതി എന്നുള്ള പറയുന്ന കാര്യം. ഒരാൾ ടെലിഫോൺ വിളിച്ചിട്ട് അവരുടെ ഇവരുടെ കാര്യം പറയുമ്പോഴേ നമുക്ക് ചങ്കുറ്റം ഉണ്ടാവും. നമുക്ക് വേണ്ട, ആരുടെയും കാര്യം ഇവിടെ പറയണ്ട, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ തന്നെ അവരെ വെട്ടാൻ പറ്റും. ആ കുറ്റം പറയുന്ന ആളുടെ നമുക്ക് വെട്ടാനുള്ള കൃപ കിട്ടും. വേണ്ട വേണ്ട വേണ്ട, ആരുടെയും കുറ്റം എനിക്ക് കേൾക്കണ്ട, എനിക്കൊരു ഇത്രയും കുറ്റമുണ്ട്, ഞാൻ ആരുടെയും വിധിക്കാൻ ഞാൻ ആരുമല്ല പറയാനൊരു ശക്തി കിട്ടും നമുക്ക്. ആരെങ്കിലും കുറ്റം പറഞ്ഞു വരുമ്പോൾ അവരോട് പറയും, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പിന്നെ ആ വ്യക്തി ഇനി ആളെ വിളിച്ച് കുറ്റം പറയുമോ? നെവർ, നെവർ. കുറ്റം പറയുന്നത് വലിയ പാവാതെ മക്കളെ. നമ്മളിടയിൽ കുറ്റം പറയുന്ന ഒരു പ്രശ്നമില്ലല്ലോ. ഇഷ്ടംപോലെ കുറ്റം പറിച്ചില്ലേ അവരുടെ ഇടയിൽ, ഇവരുടെ ഇടയിൽ, അത് ചെയ്തില്ല ഇതാണ് 100 കുറ്റം. സഭയിൽ പോയാലും ദൈവമക്കളെ കുറിച്ചും ദൈവദാസന്മാരെ കുറിച്ചും ഒക്കെ കുറ്റം പറിച്ചില്ല. നീ അറിയുന്നുണ്ടോ? നീ നിന്നെ തന്നെ വിധിക്കാനാ കർത്താവ് പറയുന്നത്. അങ്ങനെ നമ്മൾ ആരെയും വിധിക്കാൻ ഇടവരുത്തത്തില്ല. പിന്നെന്താണെന്നറിയാമോ? രാവിലെ തൊട്ട് രാത്രി വരെ ദൈവത്തെ ഓർക്കുവാനുള്ള കൃപ, സ്തുതിച്ചുകൊണ്ടിരിക്കാൻ, പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ, അന്യഭാഷ ആരാധിച്ചുകൊണ്ടിരിക്കാൻ, ദൈവിക കാര്യങ്ങൾ ആലോചിച്ചും സന്തോഷിച്ചുകൊണ്ട് എന്താ പറയാണ്, രാവും പകൽ. ഒരു 1-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ഒരു വൃക്ഷം, അവിടെ ഫലപ്രദമായ ഒരു വൃക്ഷം, അതിന് ഇല വാടുന്നില്ല, അത് ഫലം കൊണ്ട് നിറഞ്ഞിരിക്കുക. അത് എന്ത് ചെയ്താലും സാധിക്കും. പക്ഷെ ആ മരത്തോട് ചോദിച്ചു നോക്കിക്കേ, മരം പറയും, എനിക്ക് എന്റെ ആഴങ്ങളിലേക്ക് എന്റെ വേരിറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ആറുണ്ട്, ആറുമായിട്ട് ബന്ധമുണ്ട്. ആ ആറിന്റെ വെള്ളമാണ് എന്നെ ഈ പരുത്തിലാക്കി. അപ്പോ 1-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എന്താണ്? ഒരു നടപ്പ് നിപ്പ് ഭാവമുണ്ട് അവിടെ അല്ലെ. നിൽക്കുന്നത്, നടക്കുന്ന, ഇരിക്കുന്നു. നടക്കുന്നത്, ഈ 3 കാര്യങ്ങൾ ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ ദൈവവചനം ധ്യാനിക്കാൻ പറ്റത്തുള്ളൂ. പാവിയുടെ ഇംഗ്ലീഷിൽ 3 കാര്യങ്ങളാവും: നടപ്പും നിപ്പും ഇരിപ്പുമാണ് കേട്ടോ. അത് ഞാനിപ്പോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വചനം പറയുന്നില്ല, ടൈമായി എനിക്ക് നിർത്താൻ. സോ ഈ 3 കാര്യം ക്രമീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവവചനം രാപ്പകൽ ധ്യാനിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് വരും? ഇതെല്ലാം കാട്ടിക്കൂട്ടി വെച്ചിട്ട് ബൈബിൾ വായിച്ചു നോക്കിക്കേ, ഉറക്കം വരും, ക്ഷീണം വരും, അടച്ചു വെക്കും, പിന്നെ വായിക്കത്തില്ല. അതെല്ലാം അതിജീവിച്ചിട്ട് ബൈബിൾ രാപ്പകൽ ധ്യാനിച്ചാൽ ഈ പ്രകാരം ഒരു മരമായി നമ്മൾ തീരും. ഫലപ്രദമായ മരം. എന്താ ഫലം? ലവ്, ജോയ്, പീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ. അത് മുഴുവൻ നമ്മുടെ സ്വന്തമാകുക. അവസാനം വരെയും അവിടെ എല്ലാം നോക്കി കൃപകളും മരങ്ങളും ഭാഷകളും എല്ലാം ചെയ്യുന്ന ഒരാള് താഴെ വേറെ വന്നിട്ട് ഫലമില്ലെന്ന് വേറൊരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പാത്രമേ ഉള്ളൂ. പക്ഷെ സ്നേഹമില്ലെങ്കിൽ എല്ലാം പോയി. ആ സ്നേഹം ദൈവാത്മ നമുക്ക് തരും. നമുക്ക് ആരംഭിക്കുന്ന സമയമുണ്ട്, പിന്നെ ദൈവസ്ഥലം ഇരിക്കുന്ന സമയമുണ്ട്, അത് കഴിഞ്ഞ് പകല് ധ്യാനിക്കുന്നു. ഒരു വചനെങ്കിലും ധ്യാനിക്കണം. രാവിലെ ഇത് എത്ര ബൈബിൾ വായിച്ചാലും ഒരു വചനെങ്കിലും ധ്യാനിക്കണം ദൈവമക്കളെ. ആ വചനമായിരിക്കണം നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ രാപ്പകൽ ധ്യാനിച്ചോണ്ട് നടക്കാം, പറഞ്ഞോണ്ട് നടക്കാം, ആവർത്തിച്ച് ഏത് വിഷയമാണോ? സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? എന്റെ ബുദ്ധിമുട്ടൊക്കെ അവന്റെ ധനത്തിനോർത്ത് യേശു തീർത്ത് തരും. അതങ്ങ് എടുക്കുക. അതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു നടക്കുക. രോഗമാണോ? യേശുവിന്റെ അടുപ്പിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നടക്കുക. നമ്മൾ വാ തുറന്ന് പറയുന്ന വെച്ചാൽ ദൈവദൂതന്മാർ വന്ന് അത് സത്യമാക്കി തരുക. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഫലപ്രദമായ വൃക്ഷമാകണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യണം കേട്ടോ. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചെന്ന് സൂസൻ സിസ്റ്റർ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങൾ എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഗോഡ് ബ്ലെസ്.